ഹലോ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ലിറ്ററേച്ചർ ഇൻ അറബിക്കിൽ എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് പേർക്ക് നല്ല കൺഫ്യൂസ്ഡ് ആണ്, എന്ത് പഠിക്കണം, ഒരുപാടുണ്ട് ബുക്കിൽ, ഒരുപാട് ആയത്തുകൾ, ഹദീസ് ഒരുപാടുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിലും ഒന്നും തിരിയുന്നില്ല എന്നുള്ളതൊക്കെ ബേജാറുണ്ട്. സോ നമുക്കിന്ന് അതൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പം ബ്ലോക്ക് 1 മെയിനായിട്ടൊന്നും പഠിക്കാനൊന്നുമില്ല കേട്ടോ. അതായത് കോൺവെർസേഷനാണ് പഠിക്കാനുള്ളത്. പിന്നെയും അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പിന്നെ വേർഡ് മീനിങ്സ് ഉണ്ട്. പിന്നെ ബ്ലോക്ക് 2 വരുവാണെങ്കിൽ ആയത്തുണ്ട്. അതായത് സൂറത്ത് ഹുജറാത്തിലെ 5 ആയത്ത്, 9 മുതൽ 13 വരെയുള്ള 5 ആയത്തുണ്ട്. ആ ആയത്തിൻ്റെ എക്സ്പ്ലനേഷൻ, ഓരോ ആയത്തും നിങ്ങൾ പഠിച്ചു വെക്കുക. അത് ഓർഡറിലാക്കാൻ വരും. സോ അത് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. പിന്നെ ആയത്ത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് ഒക്കെ ഇൻക്ലൂഡ് ആക്കി എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനും പഠിക്കുക. ഓക്കെ. പിന്നെ അതിൽ തന്നെ യൂണിറ്റ് 2 വരുന്നത് 8 ഹദീസ് വരുന്നുണ്ട്. ആ 8 ഹദീസ് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് പോവുക. പിന്നെ 2 മാർക്സിന് അതിൽ നിന്ന് ഓർഡറിലാക്കാൻ വരും. വേർഡ്സ് ഓർഡറിലാക്കിയിട്ട് തർത്തീബ് ചെയ്യാൻ വരും. പിന്നെ വരുന്നത് മാന എഴുതാൻ വേണ്ടിയിട്ട്. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ബ്ലോക്ക് 2 വരും. പിന്നെ ആർട്ടിക്കിൾസ് ആണ് ബ്ലോക്ക് 3 വരാൻ ചാൻസ് ഉള്ളത്. ഇതിൻ്റെയൊക്കെ അർമിലത്ത് വൈബിനഹ ഒന്നല്ലെങ്കിൽ അത് വരും, ജുബ്രാൻ ഹലീൽ ജുബ്രാൻ്റെത്. അല്ലെങ്കിൽ രണ്ടാമത് വരുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ മാ അലാഫുൽ ഇൻസാൻ എന്ന് പറഞ്ഞിട്ടില്ല അലി തുൻതാവിയുടെ ആർട്ടിക്കിളാണ്. സോ ആർട്ടിക്കിൾസിനെ കുറിച്ചിട്ട് ചോദിക്കുന്നുണ്ടെങ്കിൽ ഈ രണ്ടെണ്ണത്തിൽ വരാൻ ചാൻസ് ഉള്ളൂ. ഇത് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആട്ടോ. പിന്നെ നമ്മൾ നോക്കാനുള്ളത് ആസ്വാദനക്കുറിപ്പ് അല്ലെങ്കിൽ മുദക്കിറത്തിൽ ഇസ്തിഹ്സാനിയ എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇത് 5 മാർക്കിന് അല്ലെങ്കിൽ 10 മാർക്കിന് പ്രെഡിക്റ്റ് ചെയ്യാവുന്നതാണ്. ഖസാൻ ഗംഗ്ഫാനിയുടെ നിസ്ഫുൽ ആലം എന്ന ഷോർട്ട് സ്റ്റോറിയുടെ മുദക്കിറത്തുൽ ഇസ്തിഹ്സാനിയ അല്ലെങ്കിൽ ആസ്വാദനക്കുറിപ്പ് എഴുതാൻ വരും. സോ അത് നിങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ ബ്ലോക്ക് 5 ആണ്. ബ്ലോക്ക് 5 2 കാര്യം പഠിക്കാനുള്ളൂ. അതിൽ അപ്രീസിയേഷനാണ് വരുന്നത്. ഷാഫി ഇമാമിൻ്റെ ദഅവത്ത് ഇലാ തൻകുല വത്തർഹാൽ എന്ന് പറഞ്ഞിട്ടുള്ള സോങ്ങിൻ്റെതും പിന്നെ നസാർ കബാനിയുടെ വിദായ യാ സ്വദീഖുൽ ഉംർ എന്ന് പറഞ്ഞിട്ടുള്ള 2 സോങ്സാണ് ബ്ലോക്ക് 5 മെയിനായിട്ടുള്ളത്. സോ ഈ 2 പോയത്തിൻ്റെ അപ്രീസിയേഷൻ മസ്റ്റായിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു അപ്രീസിയേഷൻ എഴുതാൻ എന്തായിട്ടും വരും. സോ നിങ്ങൾ പഠിക്കുക. അപ്പം ഇതിലെല്ലാം പഠിക്കാനുള്ള ടൈം ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്സാവാനുള്ള മാർക്ക് എന്തായിട്ടും ഇതിൽ നിന്ന് കിട്ടും. പിന്നെ ചോദിക്കാൻ ചാൻസുള്ള 2 അപ്രീസിയേഷൻ്റെ ഷോർട്ട് വേർഷൻ, അതായത് സിമ്പിളായിട്ടുള്ളതും ചെറുതും ആയിട്ടുള്ളത് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ വേണ്ടവർ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ DM ആക്കുക, അപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ അയച്ചുതരും കേട്ടോ. പിന്നെ ബുക്കിലുള്ളത് പഠിക്കാൻ ടൈമില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് സിമ്പിളാക്കിയിട്ടുള്ളത് ഒന്ന് മേക്ക് ചെയ്തിട്ടുള്ളത്. സോ വേണ്ടവർ എന്തായിട്ടും മെസ്സേജ് അയക്ക്, ഞാൻ എന്തായിട്ടും DM അയച്ചു തരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല ട്ടാ.